പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായിട്ട് ദൈവം മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ഇളയവന് ദാനം നൽകിയ വലിയവനാകുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ദൈവമാർ എന്ന വിഷയമാണ് കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ 11ാമത്തെ ഭാഗം സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ വചനസത്യം ഗ്രഹിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എത്രമാത്രം പഠിച്ചാലും നമുക്ക് തീർക്കുവാനായി കഴിയുകയില്ല. ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനും ദൈവത്തെക്കുറിച്ച് മാത്രം പഠിക്കുവാനുള്ളതായ ശ്രമം നടത്തിയാലും അത് പഠിച്ച് പൂർത്തീകരിക്കുവാൻ കഴിയുകയല്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്ന ഏക സത്യദൈവത്തിന് അനേക ഗുണവിശേഷങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അത് ഓരോന്നായി പഠിച്ച് പൂർത്തീകരിക്കുവാനും അവൻ്റെ മഹത്വത്തെ ഗ്രഹിക്കുവാനും കഴിയുന്നതല്ല. എന്നാൽ ആഴക്കടലിൽ നിന്നും കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുക്കുമ്പോൾ കൈക്കുമ്പിളിൽ ലഭിക്കുന്ന വെള്ളം ഇതും കടൽ വെള്ളമാണ് എന്ന് പറയുവാൻ കഴിയുന്നത് പോലെയാണ് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അല്പമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. എങ്കിലും ചില സത്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോകം മുഴുവൻ പാപപ്രവൃത്തികളാൽ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സത്യദൈവത്തിൻ്റെ സത്യവചനത്തിന് യാതൊരു വിലയും കൊടുക്കാതെ വ്യാജ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തങ്ങളുടെ സ്വന്തം മാർഗങ്ങളിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. അനേകരും വ്യാജത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. സത്യമായതിനെ അംഗീകരിക്കുവാനും അതിനെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും താല്പര്യമില്ലാത്തവരായി കാണുകയാണ്. അന്ത്യകാല ലക്ഷണങ്ങൾ പലതും തിരുവചനവുമായി ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവം ഏകനെന്ന് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം ഏകനല്ല, ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് ചിലർ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചും വിവിധ നിലകളിലുള്ളതായ അഭിപ്രായ ഭിന്നതകൾ സമൂഹത്തിലുണ്ട്. അവൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതായ ആളുകളും ഉണ്ട്. സ്തോത്രം. പല ചോദ്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് ചോദിക്കുന്നത്. സ്തോത്രം.
യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേൽക്കുവാൻ വന്നപ്പോൾ സ്വർഗം ശൂന്യമായിരുന്നുവോ? യോർദാൻ നദിക്കരയിൽ നിന്നത് ദൈവമായിരുന്നുവോ എന്നൊക്കെ ഉള്ളതായ ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നത് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് പറഞ്ഞ ഒരു മറുപടി, ഒരു കാര്യം, പ്രശ്നങ്ങൾക്ക് മറുപടിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി യോർദാൻ നദിയിൽ നിൽക്കുന്നവനായ കർത്താവ് ആ സമയത്തും സ്വർഗത്തിൽ ഇരിക്കുന്നവനാണ് എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കുകയാണ്. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വർഗം ശൂന്യമായിരുന്നില്ല, സ്വർഗത്തിൽ താൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു അനുഭവം യേശുക്രിസ്തുവിന് മാത്രമല്ലാതെ മറ്റാർക്കും ഇല്ല എന്നും കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ വസ്തുതകളെ നാം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുകയാണ്. തിരുവെഴുത്തുകളിൽ നിന്നും നമ്മുടെ ദൈവം ആര് എന്ന വിഷയത്തെക്കുറിച്ച് ചില സത്യങ്ങൾ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് ആ വാക്യഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അപ്പോ യാക്കോബിന്റെ സന്തതിയോട്, അഥവാ ഇസ്രായേൽ മക്കളോട് കർത്താവ് സംസാരിക്കുകയാണ്. നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അടിമവീടായ മിസ്രയീമിലേക്ക് കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, പ്രകാരമുള്ളതായ സാഹചര്യത്തിൽ ഏതാണ്ട് 430 സംവത്സരക്കാലം ഇസ്രായേൽ ജനം വളരെയധികം പീഡാനുഭവങ്ങളിൽ പാർക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അവനെ വീണ്ടെടുക്കുമെന്നുള്ളതായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിൻ പ്രകാരം കർത്താവ് അവനെ വീണ്ടെടുത്ത് സ്വതന്ത്രമാക്കിയ ഒരനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ കർത്താവ് പറയുന്നത്, നിന്നെ നിർമ്മിച്ചവനായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെയാണ് എന്ന് ഇസ്രായേലിനോട് കർത്താവ് പറയുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സകലത്തെയും സൃഷ്ടിച്ചവനാണ് ദൈവം.
അവൻ സ്വർഗ സൈന്യത്തെ സൃഷ്ടിക്കുകയും അഥവാ ദൂതന്മാരെ സൃഷ്ടിക്കുകയും എന്നാൽ യുഗങ്ങൾക്ക് ശേഷം മനുഷ്യനെ നിർമ്മിക്കുകയും ചെയ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മനുഷ്യനെ വീഴ്ച ഭവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടെടുക്കുകയും അവനെ തൻ്റെ സ്വന്തം ജനമാക്കി മാറ്റുകയും ചെയ്തു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് കർത്താവ് പറയുകയാണ്. ഏതാണ്ട് കോടിക്കണക്കിന് ആളുകൾ ഭൂമിയിലുള്ളപ്പോൾ യാക്കോബിന്റെ സന്തതിയെ അവൻ പേർ ചൊല്ലി വിളിക്കുകയായിരുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4:11 വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. സകലത്തെയും സൃഷ്ടിച്ചവനാണ് യഹോവയായ ദൈവമെന്ന് പ്രവാചകൻ സംസാരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന, കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവൻ, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടുന്നു എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കർത്താവാണ് സകലവും സൃഷ്ടിച്ചത് എന്ന് കാണുവാൻ കഴിയുന്നു. വേദപുസ്തകത്തിൽ ലേഖനത്തിൽ പറയുന്നത് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട് എന്നാണ്. വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ഏക കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ കർത്താവായ യഹോവയെന്നും യഹോവയായ കർത്താവ് എന്നുമൊക്കെ പഴയ നിയമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. സർവശക്തനായ ദൈവത്തിന് സൃഷ്ടിക്കുവാൻ ഇഷ്ടം തോന്നിയപ്പോൾ അവൻ ശബ്ദിച്ചു, അപ്പോൾ സമയമുണ്ടായി, സൃഷ്ടിയുമുണ്ടായി എന്ന് പഠിക്കുവാൻ കഴിയുന്നു. സകലത്തെയും ഉളവാക്കിയത് സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദമാണ്, അഥവാ വചനമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോകം നിർമ്മിക്കപ്പെട്ടത് ഈ ലോകത്തിന് കാണുവാൻ കഴിയുന്ന യാതൊന്നും മുഖാന്തരമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനത്താലാണ് സകലതും സൃഷ്ടി ചെയ്യുവാനിടയായി തീർന്നത് എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എന്നാണ് അവിടെ കർത്താവിൻ്റെ ദാസൻ എബ്രായ ലേഖനത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ
5 മുതൽ 7 വരെയുള്ളതായ വാക്യഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താലാണ് ഉണ്ടായതെന്നും അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ ഇന്നുള്ള ലോകത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ, ദൈവത്തിൻ്റെ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുമുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോട് മറന്നു കളയുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവവചനത്താൽ നിർമ്മിക്കപ്പെട്ടതായ ഭൂമി ജലപ്രളയത്താൽ നശിച്ചു. എന്നാൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ തീക്കായി സൂക്ഷിച്ച് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും മനുഷ്യർ മനസ്സോടെ മറന്നു കളയുന്നു എന്നാണ് തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യർക്ക് കൊടിയ ന്യായവിധി വരുവാൻ സമയമായിരിക്കുകയാണ്. ഈ കാണുന്നത് നാം ഇന്ന് നമുക്ക് ദൃശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ന്യായവിധിയും അതിൻ്റെ പിന്നാലെ കടന്നു വരികയാണ്. ഭക്തികേടായിട്ട് നടക്കുന്ന സകല മനുഷ്യർക്കുമുള്ള നാശവും സംഭവിപ്പാനുള്ള സമയമെടുത്തു വരുന്നു. ഇത് മനുഷ്യർ മനസ്സോട് മറന്നു കളഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതായ മാർഗങ്ങളിലൂടെ ഇഷ്ടമാകുന്ന നിലകളിൽ, സ്തോത്രം, പലവിധമാകുന്ന ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ തിരികെ കയറ്റി സാധുക്കളായ ജനത്തെ പാപത്തിൻ്റെ വഴികളിലൂടെ നയിക്കുവാനായിട്ട് മനഃപൂർവ്വമായി ശ്രമിക്കുന്ന, ശത്രുവിൻ്റെ പ്രേരണയാൽ പ്രവർത്തിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കടന്നു വരുവാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് മനസ്സോട് അത്തരക്കാർ മറന്നു കളയുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അറിയേണ്ടും പോലെ അറിയുകയും നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം ആരാണെന്നും അവൻ്റെ പ്രവർത്തന മഹത്വം എന്താണെന്നും ഏത് നിലയിൽ അവനെ പിന്തുടരണം, ഏത് നിലയിൽ അവനെ സ്നേഹിക്കണം, ഏത് നിലയിൽ അവനെ ആരാധിക്കണം എന്നുള്ളതായ വസ്തുതകൾ ദൈവവചനം നൽകുന്നതായ സത്യത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള നിലയിൽ ജീവിക്കുന്നതായ ആളുകളെയാണ് സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിവേഗത്തിൽ അവർക്ക് നാശം സംഭവിക്കുവാൻ പോകുന്നു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതായ പ്രിയമുള്ള ദൈവമക്കളെ,
ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നാം അറിയേണ്ടുമ്പോൾ തിരിച്ചറിഞ്ഞ് സത്യദൈവം ആരാണെന്നും അവൻ്റെ പ്രവർത്തനത്തിൻ്റെ മഹത്വം ഇന്നതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നമുക്ക് നൽകുന്നതായ ഉപദേശങ്ങളിലും നിർദ്ദേശങ്ങളിലും നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനോടും അവൻ്റെ വിശുദ്ധന്മാരോടും ഒരുമിച്ച് നിത്യരാജ്യത്തിൽ ഒരു നിത്യമായ സന്തോഷം നമുക്കുണ്ട്. ഇവിടെ നമുക്ക് പലപ്പോഴും കഷ്ടവും സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എതിർപ്പുകളും ഒക്കെയാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്തതായ ഒരു സ്ഥാനത്തേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാനുള്ളതായ യജ്ഞമായിരിക്കണം ഈ നാടുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ തിരുവചനം അനുശാസിക്കുന്ന വിധത്തിലുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്നത് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അരുമനാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് കേട്ട് അവൻ എങ്ങനെ അരുളി ചെയ്തുവോ അതുപോലെ ഭൂതലത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നു. അവൻ കൽപ്പിച്ചു, അവൻ്റെ കൽപ്പന പ്രകാരം ഇതൊക്കെയും ഇവിടെ സ്ഥാപിതമായി എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ചിന്തയും മനസ്സുമാണ് സൃഷ്ടിയും ദൈവിക വെളിപ്പാടിലും പ്രകടനമാക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവവചനത്താലാണ് സകലവും സൃഷ്ടിച്ചത്. വചനം ദൈവമാണ്, വചനം നിത്യമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. എന്നാൽ പുത്രൻ വചനമല്ല, പുത്രൻ നിത്യനുമല്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. ദൈവികമായ ചില പ്രവൃത്തികൾ ഈ ഭൂതലത്തിൽ നിറവേറ്റുവാൻ താൽക്കാലികമായി താൻ എടുത്ത ഒരു ശരീരമാണ് പുത്രൻ. അതിന് ദൈവത്തിൻ്റെ ഒരു കാലനിർണയമുണ്ട്. അത് കഴിഞ്ഞാൽ പുത്രൻ്റെ ഈ ലോകത്തിലുള്ളതായ പ്രവർത്തനം പര്യവസാനിക്കുകയും സകലവും പിതാവിൽ ചെന്നുചേരുകയും ചെയ്യും എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യഭാഗത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം സ്ത്രീയുടെ സന്തതിയായി അവൻ വരണമായിരുന്നു. കാലസമ്പൂർണതയിൽ അവൻ മറിയയുടെ മകനായി ലോകത്തിൽ ജനിച്ചു. 33.5 വയസ്സുവരെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് താൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ തികച്ച ശേഷം മനുഷ്യൻ എന്ന നിലയിൽ കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എടുക്കപ്പെടുവാനിടയായി തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ഇനി തൻ്റെ സഭയെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും. പിന്നീട് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് 1000 സംവത്സരമുള്ള ഈ ഭൂമിയിലെ വാഴ്ച. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അന്ത്യമായ ന്യായവിധിയോടെ അവൻ്റെ മനുഷ്യപ്രവൃത്തികളെല്ലാം
അവസാനിക്കും. പിന്നെ നിത്യപിതാവായി സത്യദൈവമായി മഹാരാജാവായി അവൻ വാഴും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പിന്നെ പുത്രനില്ല, എല്ലാം നിത്യതയിൽ താനായിരുന്നതുപോലെ അവൻ സത്യദൈവമായി നിത്യജീവനായി കാണപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദി എന്ന് പറയുന്നത് സൃഷ്ടിയുമായുള്ള ബന്ധത്തിലാണ് ആദി എന്ന് പറഞ്ഞിരിക്കുന്നത് ആയിട്ട് പഠിക്കുവാൻ കഴിയുന്നത്. കാരണം ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാണ്. ദൈവം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തന്നെ വചനവും അവനോടുകൂടെ ഉണ്ടായിരുന്നു. കാരണം വചനം ദൈവമാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് ശരീരമായി തീർന്നത്. ആ ശരീരത്തിൽ കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ സർവശക്തനായ ദൈവം പാർത്തു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗത്തിൻ്റെ ആരംഭഭാഗം വായിക്കുന്നത്: അവൻ അഥവാ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരേണ്ടതിന് അവനൊരു ശരീരം സ്വീകരിച്ച് ആ ശരീരത്തിൽ അവൻ വെളിപ്പെട്ടു വന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം തന്നെത്താൻ മറയ്ക്കുകയും തന്നെത്താൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നവനാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. നമ്മുടെ ദൈവം സകലവും അറിയുന്നു, സകലത്തെയും കാണുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്, സകലത്തെയും അറിയുന്നവനായ ദൈവമാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം, സ്തോത്രം, ആർക്കും വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. മനുഷ്യർക്ക് ആർക്കും അത് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമല്ല. ആർക്കും അതിൻ്റെ ആഴത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ കഴിയുകയില്ല, അവതരിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അത് അപ്രമേയമാണ്. അവൻ്റെ വഴികൾ അഗോചരമാണ്, ആർക്കും കാണുവാൻ കഴിയാത്തതാണ്. നമ്മുടെ ദൈവം അത്ര ഭയങ്കരനാണ് എന്ന്
തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. ആ സത്യദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ സംഭവിക്കുവാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് തിരിച്ചറിയാതെ ഈ ലോകത്തിൻ്റെ മാർഗങ്ങളിലൂടെ ജീവിക്കുന്നവരുടെ നേർക്ക് അതികഠിനമായ ന്യായവിധി കടന്നു വരുവാൻ പോകുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയുക, അവനെ അനുഗമിക്കേണ്ട പോലെ അവനെ അനുഗമിക്കുക, എന്നാൽ നിത്യമായ സന്തോഷത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നു. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിനും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് എന്ന് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ ദൈവത്തിന് മറവായിരിക്കുന്നത് ഒരു കാര്യവുമില്ല. ഒരു സൃഷ്ടിയും അവന് മറഞ്ഞിരിക്കുന്നില്ല. സകലവും അവൻ്റെ കണ്ണുകൾക്ക് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ദൈവവുമായിട്ടാണ് നമുക്കും കാര്യമുള്ളത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ലോക സൃഷ്ടിയും ദൈവത്തിൻ്റെ ജഡത്തിലുള്ള തൻ്റെ വെളിപ്പാടും വീണ്ടെടുപ്പും സഭയുമെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളാകുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലോക സൃഷ്ടിയും കർത്താവിൻ്റെ ജഡത്തിലുള്ളതായ വെളിപ്പാടും തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നതും തനിക്ക് വേണ്ടി ഒരുക്കുന്ന സഭയും ഇതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളാകുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യിശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു, ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തെ സംബന്ധിച്ച് വികലമാകുന്ന ചിന്തകൾ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതായ വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്നവരായ ബഹുദൈവ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സകലത്തെ ഉളവാക്കിയവനായ സർവശക്തനായ ദൈവം അരുളിച്ചെയ്യുകയാണ്, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, സകലതും ഉളവാക്കിയത് ഞാനാണ്, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തെ വിരിച്ചതും ഭൂമിയെ പരത്തിയതും എല്ലാം ഞാൻ തന്നെയാണ്. എന്നോടുകൂടെ ആരുണ്ടായിരുന്നു എന്ന് കർത്താവ് ചോദിക്കുകയാണ്. സ്തോത്രം. അപ്പം അതിൻ്റെ ആശയം, കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്.
അവൻ്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി അവനോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല. താൻ ഏകനായിട്ടാണ് സകല പ്രവൃത്തികളും ചെയ്തത് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഞാനാണ്, ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവൻ ഞാനാണ്, ഞാൻ യഹോവയായ ദൈവമാണ്, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. എന്നോടുകൂടെ ആരുണ്ടായിരുന്നു? ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു? സ്തോത്രം. ബഹുദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായ പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ ഏകനായിട്ടാണ് സകലതും ചെയ്തത്, എന്നോടുകൂടെ സഹായികളായി ആരും ഉണ്ടായിരുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമാക്കുമ്പോൾ, സ്തോത്രം, കർത്താവ് പറയുന്നത് ശരിയല്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ജനത്തെ തെറ്റിച്ചു കളയുന്ന വ്യാജോപദേഷ്ടാക്കന്മാർ ഒടുവിൽ മനസ്സിലാക്കേണ്ടത് കൊടിയ ന്യായവിധി അതിൻ്റെ പിന്നിലുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊള്ളേണ്ടതും ന്യായവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ഏക സത്യ ദൈവത്തിങ്കലുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് ശരിയായിട്ടുള്ള ആത്മീയ അനുഭവം പ്രാപിക്കുവാൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജലത്തിൽ സ്നാനമേറ്റ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയാചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോരുന്ന ഒരു ആത്മീയ നിലവാരമുള്ളവരായി കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. മാനസാന്തരപ്പെടാതെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുകയും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവം ആരെന്നുള്ളതായ തിരിച്ചറിവ് ലഭിക്കുകയില്ല. സ്തോത്രം. അത് ആത്മീയമായ കാര്യങ്ങൾ വിവേചിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഓരോ വ്യക്തികൾക്കും ആവശ്യമാണ്. അത് ഓരോ വ്യക്തികൾക്കും ലഭ്യമായി തീരുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാനസാന്തരമാണ്. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാന നിമിത്തം പാപങ്ങളെ കഴുകിക്കളയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാർ എന്ത് ഉപദേശം സഭയ്ക്ക് നൽകിയിരിക്കുന്നുവോ അതേ ഉപദേശമാണ് സഭ അംഗീകരിക്കേണ്ടത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ യേശു പറഞ്ഞതുപോലെ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ ശഠിക്കുന്നതായ ആളുകൾ അനേകായിരങ്ങൾ ലോകത്തിലുണ്ട്. അതൊക്കെയും ശത്രുവിൻ്റെ ആലോചനകളും ദൈവവചനത്തോടുള്ള അതൃപ്തിയുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ട് കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു പോരുന്ന വിശുദ്ധന്മാരെ തന്നോടുകൂടെ ചേർക്കുവാൻ നമ്മുടെ കർത്താവും ദൈവമായവൻ കടന്നു വരുവാനുള്ളതായ സമയം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. അവൻ്റെ വരവെങ്കിൽ ആരും ലജ്ജിച്ചു പോകാതെ, നാണിച്ചു പോകാതെ, കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ സത്യത്തെ ഗ്രഹിക്കേണ്ടതും മാനസാന്തരത്തിന് യോഗ്യമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മരിച്ചവരെ ജീവിപ്പിക്കുകയും
ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. സ്തോത്രം. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ആ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സകലത്തിനും അധികാരി സർവശക്തനായ ദൈവമാണ്. അവനാണ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനായ യേശു ക്രിസ്തു എന്ന് തിരുവെഴുത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അവനിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം വച്ചിരിക്കുന്നത്. അതിനെ ഉപേക്ഷിച്ച് അതിനെ നിഷേധിച്ചുകൊണ്ട് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആത്മരക്ഷ പ്രാപിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. രക്ഷ പ്രാപിക്കുവാൻ കഴിയാതെ പോകും എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ കർത്താവ് വരാറായി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവന് വേണ്ടി അല്പസമയം വേർതിരിച്ചു തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവവചനം നിത്യേന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും വചനം ശ്രവിക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയവനെ പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവത്തിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, നന്ദിയോടപ്പനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. അല്പനിമിഷങ്ങൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ ഗ്രൂപ്പിലൂടെ സംസാരിക്കുവാൻ ഇടവന് നീ കൃപ നൽകിയത് കൊണ്ട് നാഥനെ സ്തുതിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, അതിൻ്റെ സംഘാടകരെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, സ്തോത്രം. നീ ഇളയവനെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും വിജയം നിറയ്ക്കണം. സകല മഹത്വപനിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം, 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 സ്തോത്രം.